കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെയധികം പോഷക ഗുണങ്ങളുള്ള നല്ലൊരു തോരനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഒരു സ്നാക്കായിട്ട് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് മുതിരയാണ്. മുതിര വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ് മുതിര. കൂടാതെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ വയറിന് വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് മുതിര എടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ എല്ലാം ഒന്ന് പൊട്ടി വരുമല്ലോ. കുറച്ചും കൂടി നല്ലൊരു റെഡ് കളറൊക്കെ വരില്ലേ, അതേപോലെ ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിത് ഒരു 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ എടുത്തത്. ഡയറക്റ്റ് നമുക്ക് കുക്കറിലിട്ട് കുറേ വിസിലൊക്കെ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, എല്ലാം ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു കളറും വന്നു വറുത്തത് കൊണ്ട് തന്നെ. ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി ആ സമയം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ അല്പം ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുതിരയ്ക്ക്, എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ടതാണേ, ഒരു ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഞാനിത് ചതച്ചിട്ടുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കണേ ഫുള്ളായിട്ടും. അല്പം കൂടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി. അപ്പോഴേക്കും മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കൂ, നല്ല മയത്തിൽ വീർത്ത് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് പാനിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇട്ട് വേവിച്ചതാണെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വറ്റട്ടെ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും കൂടി കിട്ടും. ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതും കൂടി ചേർത്താലാണ് കേട്ടോ തോരൻ സൂപ്പറായിരിക്കുക. അതിനായിട്ടൊരല്പം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളി അല്ലിയും അല്പം ജീരകവും ഒരു വറ്റൽമുളകും കുറച്ച് പച്ചമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. എല്ലാം കൂടി പെട്ടെന്നൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, അരയൊന്നും വേണ്ട. ഇതാ അപ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി മുതിര നല്ല സൂപ്പറായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടും കൂടിയുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അംശം ഈ അരപ്പിൽ കിടന്ന് ഒന്ന് കുറുകി വറ്റി വരട്ടെ, അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. തേങ്ങയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതാ കണ്ടില്ലേ, വേണമെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരല്പം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി 2 മിനിറ്റും കൂടി കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡ് ഡിഷായിട്ട് മാത്രമല്ല, ഒരു സ്നാക്കായിട്ടും കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെ ഇത് അല്പം കഴിച്ചു നോക്കൂ, സൂപ്പറാണ് കേട്ടോ. നല്ല തണുപ്പുള്ള സമയത്തൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണെന്ന് നമ്മളോട് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ കൂടി മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.